Hi all. Today we are going to discuss about MOSFETs. Okay. So MOSFET എന്ന് പറഞ്ഞാൽ എന്താണ്? MOSFETs അല്ലെങ്കിൽ പവർ MOSFETs എന്ന് പറയും. Okay. So a metal oxide semiconductor field effect transistor. MOSFET എന്ന് പറഞ്ഞാൽ എന്താണ്? Metal oxide semiconductor field effect transistor. It is a recent device that is developed by combining the areas of field effect concept and MOS technology. Okay. Basic there are two types of MOSFET. They are enhancement type MOSFETs and depletion type MOSFETs. Okay, enhancement type MOSFETs എന്ന് പറഞ്ഞാൽ these are the common switching elements in most integrated circuits because these devices are off at 0 gate source voltage. Okay, അപ്പോൾ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ്സും അതുപോലെ തന്നെ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ്സും ആണ് ബേസിക്കലി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഈ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് രണ്ട് ടൈപ്പ് ആവാം. എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് ആവാം, പി ചാനൽ എൻഹാൻസ്മെൻറ്റ് ആവാം. അതുപോലെ ഡിപ്ലീഷൻ ടൈപ്പും എന്താവാം, എൻ ചാനൽ ആവാം, അതുപോലെ പി ചാനൽ ആവാം. അപ്പം മൊത്തത്തിൽ നമുക്ക് 4 രീതിയിൽ എന്ത് ചെയ്യാം, മോസ്ഫെറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, എൻഹാൻസ്മെൻറ്റ് മോഡിൽ 2 ടൈപ്പ് ഉണ്ട്, എൻ ചാനലും ഉണ്ട്, പി ചാനലും ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്ലീഷൻ മോഡിൽ എന്തുണ്ട്, 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് എൻ ചാനലും അതുപോലെ തന്നെ പി ചാനലും. അപ്പോൾ ബേസിക് ആയിട്ട് ഈ എൻഹാൻസ്മെൻറ്റ് മോഡും ഡിപ്ലീഷൻ മോഡും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ എൻഹാൻസ്മെൻറ്റ് മോഡിൽ ഡിവൈസസ് എന്തായിരിക്കും, ദേ വിൽ ബി ഓഫ് അറ്റ് 0 ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. ഓക്കെ, പക്ഷേ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദീസ് ഡിവൈസസ് ആർ നോർമലി ഓൺ അറ്റ് 0 ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 4 ടൈപ്പ് ഉള്ളത് ഏതൊക്കെയാണ്. എൻഹാൻസ്മെൻറ്റ് മോഡിൽ 2 ടൈപ്പ് ഉണ്ട്, ഏതൊക്കെയാണ്, എൻ ചാനലുണ്ട്, പി ചാനലുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലീഷൻ മോഡിൽ നമുക്ക് എത്രയുണ്ട്, 2 ടൈപ്പ് ഉണ്ട്, ഏതൊക്കെയാണ്, എൻ ചാനലുണ്ട് അതുപോലെ തന്നെ പി ചാനലുണ്ട്. ഓക്കെ, അപ്പോൾ പവർ മോസ്ഫെറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിന് ബേസിക്കലി 3 ടെർമിനൽസ് ആണ് ഉണ്ടാവുക, കോൾഡ് ഡ്രെയിന്, സോഴ്സ് ആൻഡ് ഗേറ്റ്. ഡ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗേറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ തൈറസ്റ്റിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ആനോഡ് ഉണ്ട്, കാത്തോഡ് ഉണ്ട്, ഗേറ്റ് അല്ലേ, അതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ദ സർക്യൂട്ട് സിംബൽ ഓഫ് പവർ മോസ്ഫെറ്റ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ്, പവർ മോസ്ഫെറ്റ്സ് 2 ടൈപ്സ് ഉണ്ട്, ഏതൊക്കെയാണ്, എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ഉണ്ട്, അതുപോലെ പി ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അടുത്തത് എന്താണുള്ളത്, എൻ ചാനൽ ഡിപ്ലീഷൻ ടൈപ്പ് ഉണ്ട്, പി ചാനൽ ഡിപ്ലീഷൻ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് പവർ മോസ്ഫെറ്റ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് പവർ മോസ്ഫെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് പവർ മോസ്ഫെറ്റ് നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എൻ ചാനൽ ഡിപ്ലീഷൻ പവർ മോസ്ഫെറ്റും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ ചാനലിൻ്റെ എൻഹാൻസ്മെൻറ്റും എൻ ചാനലിൻ്റെ ഡിപ്ലീഷനെയും നമ്മൾ ഇതിൽ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പി ചാനൽ എൻഹാൻസ്മെൻറ്റും അതേപോലെ പി ചാനൽ ഡിപ്ലീഷനും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്കിംഗ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ഒരേപോലെ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ എന്തുമാത്രം ആലോചിച്ചാൽ മതി, എൻ ചാനലിൻ്റെ എൻഹാൻസ്മെൻറ്റും ഡിപ്ലീഷനും നമുക്ക് പഠിക്കുകയാണെങ്കിൽ പി ചാനലിൻ്റെ എൻഹാൻസ്മെൻറ്റും ഡിപ്ലീഷനും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, അത് നമുക്ക് ലൈവ് ക്ലാസ്സിലൊക്കെ നമുക്ക് ഡിസ്കസും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്, എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് പവർ മോസ്ഫെറ്റിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ എ സിംപ്ലിഫൈഡ് സ്ട്രക്ചർ ഓഫ് എൻ ചാനൽ പവർ മോസ്ഫെറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലെന്താണുള്ളത്, ഓൺ പി സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ നമുക്ക് ബോഡി എന്ന് പറയാം, ഓൺ പി സബ്സ്ട്രേറ്റ് ഓർ ബോഡി 2 ഹെവിലി ഡോപ്ഡ് എൻ പ്ലസ് റീജിയൻസ് ആർ ഡിഫ്യൂസ്ഡ്. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഓൺ പി സബ്സ്ട്രേറ്റ് ഓർ ബോഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഹെവിലി ഡോപ്ഡ് എൻ പ്ലസ് റീജിയൻസ് ആർ ഡിഫ്യൂസ്ഡ്. ഓക്കെ, പിന്നെ നമ്മളൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്, an insulating layer of silicon dioxide. An insulating layer of silicon dioxide നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, is grown on the surface. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, now this insulating layer is etched in order, ഈ ഇൻസുലേറ്റിംഗ് ലെയർ നമ്മൾ മൊത്തത്തിൽ നമുക്ക് ഇൻസുലേറ്റിംഗ് ലെയർ ഉണ്ട്, ഈ ഇൻസുലേറ്റിംഗ് ലെയറിൽ നമ്മൾ എന്ത് ചെയ്തു, എച്ച് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കി, in order to embed metallic drain and source terminals. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ.
നമുക്ക് ഒരു പി സബ്സ്ട്രേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ബോഡി ഉണ്ട്, അവിടെ നമ്മൾ രണ്ട് ഹെവിലി ഡോപ്ഡ് N+ റീജിയൻ ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മളൊരു ഇൻസുലേറ്റിംഗ് ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് ഈസ് ഗ്രോൺ ഓൺ ദ സർഫസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഇൻസുലേറ്റിംഗ് ലെയറിനെ എച്ച് ചെയ്തിട്ട് രണ്ട് ടെർമിനൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡ്രെയിൻ ടെർമിനലും അതുപോലെ തന്നെ സോഴ്സ് ടെർമിനലും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം നോട്ട് ചെയ്യണം. നോട്ട് ദാറ്റ് ദ N+ റീജിയൻ മേക്ക് കോണ്ടാക്ട് വിത്ത് സോഴ്സ് ആൻഡ് ഡ്രെയിൻ ടെർമിനൽ ആസ് ഷോൺ. ഈ രണ്ട് N+ റീജിയനും എന്താണ്? ഇവിടെ ഈ N+ റീജിയൻ സോഴ്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, അതുപോലെ തന്നെ ഈ N+ റീജിയൻ എന്തുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്? ഡ്രെയിൻ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, സോ വി മസ്റ്റ് നോട്ട് ദാറ്റ് N+ റീജിയൻ മേക്ക് കോണ്ടാക്ട് വിത്ത് സോഴ്സ് ആൻഡ് ഡ്രെയിൻ ടെർമിനൽ ആസ് ഷോൺ. ഇനി നമ്മളൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എ ലെയർ ഓഫ് മെറ്റൽ ഇസ് ഓൾസോ ഡെപ്പോസിറ്റഡ് ഓൺ silicon dioxide layer so as to form the gate of the MOSFET in between source and drain terminal. ഓക്കെ, അപ്പോൾ നമ്മൾ സിലിക്കൺ ഡയോക്സൈഡ് ഓൾറെഡി നമ്മൾ ഡ്രെയിനും സോഴ്സും എച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്തും കൂടി ചെയ്തിട്ടുണ്ട്, ഒരു ലെയർ ഓഫ് മെറ്റൽ ഇസ് also deposited on silicon dioxide layer so as to form the gate of MOSFET between the source and drain terminals. Okay, gate circuit open ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ when the gate circuit is open, the junction between N+ region below the drain, okay, അപ്പോൾ ഇത് ഓപ്പൺ ആണെങ്കിൽ, ഓക്കെ, അതായത് when gate circuit is open എന്താ സംഭവിക്കുക? the junction between N+ region below the drain and the P substrate is reverse biased by the input voltage VDD. അപ്പോൾ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുത്തിട്ടില്ലെങ്കിൽ, ഓക്കെ, ഗേറ്റ് സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ ജംഗ്ഷൻ ബിറ്റ്വീൻ N+ region below the drain and the P substrate, ഓക്കെ, ജംഗ്ഷൻ ബിറ്റ്വീൻ N+ region below the drain and P substrate എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ജംഗ്ഷൻ. ഓക്കെ, ഈ ഒരു ജംഗ്ഷൻ എന്തായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അതായത് നിങ്ങളിവിടെ പോസിറ്റീവ് സൈൻ ആണ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഡിപ്ലീഷൻ ലെയർ ഇങ്ങോട്ട് വിടുത്ത് കൂടുതലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ജംഗ്ഷൻ വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, അതാണ് പറഞ്ഞത് when the gate circuit is open, junction between the N+ region below the drain and P substrate, ഈ ഒരു ജംഗ്ഷൻ എന്തായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല? no current will be flowing from drain to source and the load. ഓക്കെ, ഇനി നമുക്ക് ആലോചിക്കാം, ഗേറ്റ് നമ്മൾ എന്താക്കാൻ പോവാണ്? എന്താ, ഗേറ്റ് ഈസ് മെയ്ഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ്. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഒരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? when the gate is made positive with respect to the source എന്താ സംഭവിക്കുക? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവും ആസ് ഷോൺ. ഓക്കെ, അത് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്? നിങ്ങൾ നോക്കുക, അവിടെ പ്ലസ് സൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പോളറൈസേഷൻ സംഭവിക്കും. ഈ പ്ലസിന്റെ ആയതുകൊണ്ട് ഈ നെഗറ്റീവ് സൈനൊക്കെ ഇങ്ങോട്ട് അലൈൻ ചെയ്യും, മുകളിലോട്ട് ഇതിന്റെ അടുത്തോട്ട് അലൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന്റെ താഴെ എന്ത് ചെയ്യും? പോസിറ്റീവ് സൈനും അലൈൻ ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പോസിറ്റീവ് ലെയർ കൊണ്ട് എന്താ സംഭവിക്കുക? ഈ പി സബ്സ്ട്രേറ്റ് ഉണ്ടാവുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് ഒക്കെ ഈ പോസിറ്റീവ് ചാർജ് ഉള്ളത് കാരണം ഇതിന്റെ തൊട്ട് താഴെയായിട്ട് അലൈൻ ചെയ്യും. അപ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? ഇവൻച്വലി ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജസ് ഇൻ ദ പി സബ്സ്ട്രേറ്റ് ബിലോ ദി സിലിക്കൺ ഡയോക്സൈഡ് ലെയർ. Okay, induced negative charges in the P substrate below the silicon dioxide layer, SiO2 layer, are formed, and thus causing the P layer below the gate to become an induced N layer. Okay, അപ്പോൾ ഇവിടെ എന്തായി? ഒരു ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു N ലെയർ ആയിട്ട് മാറി അല്ലേ? These negative charges called electrons form an N channel between the two N+ regions. And the current can flow from the drain to source as shown by the arrow. Okay, അപ്പോൾ നമ്മൾ ഈ VGS ഇനിയും കൂട്ടാന്ന് വിചാരിക്കുക. if VGS is made more positive, induced N channel എന്താ സംഭവിക്കുക? induced N channel becomes more deep and therefore more current flows from the drain to source. Okay, ഇതെന്താണ് കാണിക്കുന്നത്? This shows that the drain current ID is enhanced by the gradual increase of gate voltage. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു? hence it is given the name enhancement MOSFET. ഓക്കെ, അപ്പോൾ നമ്മൾ Nchannel enhancement power MOSFET ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്?
എൻ ചാനൽ എൻഹാൻസ്മെന്റ് നമ്മൾ പഠിച്ചു. ഇനി എൻ ചാനൽ എന്ത് ചെയ്യണം? ഡിപ്ലീഷൻ പഠിക്കണം. എൻഹാൻസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ നോക്കി ഈ രണ്ട് എൻ പ്ലസ് റീജിയന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു റീജിയൻ ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു എൻ റീജിയൻ നമ്മൾ ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അല്ലേ? പക്ഷേ ഡിപ്ലീഷനിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഓൾറെഡി ഒരു എൻ പ്ലസ് എന്നുള്ള എൻ റീജിയൻ ഉണ്ടാവും. അതിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഇവിടെ ഒരു ചാനൽ വരികയാണ് ചെയ്യുന്നത്, എൻ ചാനൽ വരികയാണ് ചെയ്യുന്നത്. എൻ ചാനൽ ആണെങ്കിൽ ഓക്കെ, പി ചാനൽ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. അപ്പം എൻ ചാനൽ ആണെങ്കിൽ ഇവിടെ നമുക്ക് പുതുതായിട്ട് എന്ത് ചെയ്തു? ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കൊണ്ട് പുതുതായിട്ട് നമുക്കൊരു എൻ ചാനൽ ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? എൻ ചാനൽ എൻഹാൻസ്മെന്റ് പവർ മോസ്ഫെറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എൻ ചാനൽ എൻഹാൻസ്മെന്റ് പവർ മോസ്ഫെറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഇവിടെ എന്തെങ്കിലും ലെയർ ഉണ്ടോ? ഇല്ല. ഇതെന്താ സംഭവിക്കുന്നത്? നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഈ പി സബ്സ്ട്രേറ്റിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഇവിടെയായിട്ട് അലൈൻ ചെയ്തിട്ട് നമുക്കൊരു പുതിയ എൻ ലെയർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? എൻഹാൻസ്മെന്റ് പവർ മോസ്ഫെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. നമുക്കിവിടെ എന്തൊക്കെയാണുള്ളത്? ഇവിടെ ഒരു പി സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ട്. അതിന്റെ മുകളിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? രണ്ട് ഹെവിലി ഡോപ്ഡ് എൻ പ്ലസ് റീജിയൻ ആർ ഡിഫ്യൂസ്ഡ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് ഇതിന്റെ മുകളിൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എച്ച് ചെയ്തിട്ട് രണ്ട് ടെർമിനൽസ് വെച്ചു. അതായത് ഒന്ന് ഡ്രെയിൻ ടെർമിനൽ വെച്ചു, അതുപോലെ തന്നെ ഒരു സോഴ്സ് ടെർമിനൽ വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ ഒരു layer of metal is deposited on the silicon dioxide layer so as to form the gate of the MOSFET. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഗേറ്റ് സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ ഈ ഒരു ജംഗ്ഷൻ എന്തായിരിക്കും? അതായത് നമ്മുടെ ഡ്രെയിനിന്റെ താഴെയുള്ള എൻ പ്ലസ് റീജിയന്റെയും അതായത് പോലെ പി സബ്സ്ട്രേറ്റിന്റെ ഇടയ്ക്കുള്ള ഈ ജംഗ്ഷൻ എന്തായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കറണ്ട് എന്ത് ചെയ്യില്ല? ഇതിലൂടെ ഫ്ലോ ചെയ്യില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുന്നു. അതായത് ഒരു പോസിറ്റീവ് ഗേറ്റ് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ്. ഓക്കെ, ഒരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ടാവുന്ന നമ്മളെ ചാർജ് ഏരിയാസ് ഒക്കെ ഈ ഒരു രീതിയിൽ അലൈൻ ചെയ്യും. അവിടെ ഒരു പോളറൈസേഷൻ സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊരു പോളറൈസേഷൻ സംഭവിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ഈ പ്ലസ് സൈന് കാരണം ഈ പി സബ്സ്ട്രേറ്റിന് ഉണ്ടാവുന്ന നെഗറ്റീവ് ചാർജസ്, ഓക്കെ, ഇതിലുണ്ടാവുന്ന കുറച്ച് നെഗറ്റീവ് ചാർജസ് ഒക്കെ കൂടെ എവിടെ അലൈൻ ചെയ്യും? ഈ പോസിറ്റീവ് ചാർജിനെ തൊട്ട് താഴെ അലൈൻ ചെയ്യും. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് എൻ പ്ലസ് റീജിയന്റെ ഇടയ്ക്ക് എന്ത് ഫോം ചെയ്തു? ഒരു ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു എൻ ചാനൽ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടക്ഷൻ ഡ്രെയിൻ ടു സോഴ്സ് എന്താണോ പോസിബിൾ ആണ്. അപ്പം നമ്മൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ഷനും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് എൻ ചാനൽ എൻഹാൻസ്മെന്റ് പവർ മോസ്ഫെറ്റ്. നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? എൻഹാൻസ്മെന്റ് മോഡ്, അതുപോലെ തന്നെ ഡിപ്ലീഷൻ മോഡ്. നിങ്ങൾ നോക്കിയ എൻഹാൻസ്മെന്റ് മോഡിൽ എന്തായിരുന്നു? ഡിവൈസസ് ആർ ഓഫ് അറ്റ് 0 ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അപ്പം നമ്മളിവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൊടുക്കാത്ത സമയത്ത് ഈ ഒരു മോസ്ഫെറ്റ് എന്തായിരുന്നു? ഓഫ് ആയിരുന്നു. ഓക്കെ, ഇനി ഡിപ്ലീഷൻ ടൈപ്പ് എന്തായിരിക്കും? അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഡിപ്ലീഷൻ ടൈപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ദീസ് ഡിവൈസസ് ആർ നോർമലി ഓൺ അറ്റ് 0 ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ എൻഹാൻസ്മെന്റ് മോഡ് നിങ്ങൾ പഠിച്ചു. ഓക്കെ, എൻഹാൻസ്മെന്റ് മോഡിൽ നമ്മൾ ഏതാ പഠിച്ചിട്ടുള്ളത്? എൻ ചാനലാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തുണ്ടാവും? ഇതേപോലെ എന്തുണ്ടാവും? പി ചാനൽ ഉണ്ടാവും. പി ചാനൽ ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ചാനൽ പി ആയിരിക്കും. ഇത് രണ്ടും പി പ്ലസ് ലെയർ ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് എന്തുണ്ടാവും? ഡിപ്ലീഷൻ ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഡിപ്ലീഷനും എൻ ചാനലും ഉണ്ട്, അതുപോലെ തന്നെ പി ചാനലും ഉണ്ട്. ഓക്കെ, സോ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എൻ ചാനൽ ഡിപ്ലീഷൻ പവർ മോസ്ഫെറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പി ചാനൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് വായിച്ച് നോക്കുക. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.